ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് NAS ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ നമുക്കിപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചൊക്കെ കഴിഞ്ഞിരിക്കുമായിരിക്കും അല്ലേ? എല്ലാം പഠിച്ചൊക്കെ കഴിഞ്ഞ് റിവിഷനൊക്കെ തുടങ്ങിയിരിക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്താണ് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്നൊക്കെ എല്ലാവർക്കും നല്ല ഡൗട്ട് അടിച്ചിരിക്കുന്ന സമയമായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് സയൻസിന്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എത്ര മാർക്കാണ് ഓരോന്നിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം, സമയമൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത് എഴുതണം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കപ്പോ പാറ്റേൺ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മുടെ മാത്സിന്റെ കോഡ് എന്തായിരിക്കും. നമ്മുടെ മാത്സിന്റെ കോഡ് എന്ന് പറയുന്നത് 311 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. 311 ആണ് മാത്സിന്റെ കോഡ്. അതപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എത്ര മാർക്കിനായിരിക്കും മാത്സ് എക്സാം എന്ന് എല്ലാവർക്കും അറിയാമല്ലേ? 100 മാർക്കിനായിരിക്കും നമ്മുടെ മാത്സ് എക്സാം. 100 മാർക്കിന് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. എത്ര മണിക്കൂർ കൊണ്ട്? 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ 100 മാർക്കിന്റെ എക്സാം നമ്മൾ കവർ ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ ഇതിൽ 33 ക്വസ്റ്റ്യൻസ്, 33 ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഈ 33 ചോദ്യങ്ങൾ നമ്മൾ 100 മാർക്കിന് 3 മണിക്കൂർ കൊണ്ട് അറ്റൻഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് ആ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് 4 സെക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. 4 സെക്ഷൻസ് ഒന്ന് ABCD ഇങ്ങനെ 4 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ 4 സെക്ഷനിലും ഓരോരോ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഈ സെക്ഷൻ A എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 to 10 സെക്ഷൻ A ആണ്. പിന്നെ ബാക്കി സെക്ഷൻ B 11 to 16 സെക്ഷൻ B, 17 to 28 സെക്ഷൻ C ആൻഡ് 29 to 33 സെക്ഷൻ D ആയിരിക്കും. അതിൽ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 1 മാർക്കിലെ ചോദ്യങ്ങളും 11 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 മാർക്ക് ചോദ്യങ്ങളും, അതുപോലെ തന്നെ 17 മുതൽ 28 വരെയുള്ള സെക്ഷൻ സിയിലെ ചോദ്യങ്ങൾ എത്രയായിരിക്കും? 4 മാർക്കിന്റെ ചോദ്യങ്ങളും, 29 മുതൽ 33 വരെയുള്ള ചോദ്യങ്ങൾ അതായത് സെക്ഷൻ ഡിയിലെ ചോദ്യങ്ങൾ എത്ര മാർക്കിനായിരിക്കും? 6 മാർക്കിനായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ? അത് സിമ്പിൾ ആയിട്ട് നമ്മുടെ ABCD എന്ന 4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഒരു ഉത്തരം സെലക്ട് ചെയ്ത് എഴുതാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അങ്ങനത്തെ ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ കാണാറുള്ളത്. ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉത്തരം സെലക്ട് ചെയ്യുക, അത് നമുക്ക് എടുത്ത് എഴുതാം. അതാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്കത് നോക്കാം അല്ലെ. അപ്പൊ ഈ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യത്തിൽ സെക്ഷൻ A നമുക്ക് എടുക്കാം. കണ്ടോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ലൈൻ 6x - 5 is equal to 3y - 1 is equal to 2z + 4 r. അതായത് ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഈ 4 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും അതിന്റെ ഉത്തരം. അപ്പൊ നമ്മൾ അതിന് ഏതാണ് അതിന്റെ ഉത്തരം എന്ന് നമ്മൾ സൈഡിൽ പ്രോബ്ലം ചെയ്തിട്ട് അതിന്റെ ഉത്തരം എടുത്ത് എഴുതാം. ചിലതിന് പ്രോബ്ലം ചെയ്യാനുണ്ടാവില്ല, ഡയറക്റ്റ് ആൻസർ എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഏതാന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് ആൻസർ സെലക്ട് ചെയ്ത് എഴുതാം. അപ്പൊ ആൻസർ എങ്ങനെ എഴുതും? നമ്മളിപ്പോ ഇതാണ് നിങ്ങളുടെ മാർജിൻ എങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക, 1 എഴുതുക, എന്നിട്ട് ഇതിൽ ഏതാണ് ഉത്തരം. ഇപ്പൊ ഓപ്ഷൻ A ആണ്, ഓപ്ഷൻ A എന്ന് എഴുതിയാൽ മതി. അത്ര എഴുതാൻ നിങ്ങളുടെ ആൻസർ എഴുതി കഴിഞ്ഞു. അതല്ലാതെ ഓപ്ഷൻ A 5 1 -4 അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഓപ്ഷൻ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C ഏതാണ് അതിന്റെ ഉത്തരം അത് എഴുതിയ നമ്മുടെ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, ആൻസർ എഴുതി കഴിഞ്ഞു. അല്ലാതെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ എഴുതി നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നമുക്കിപ്പോൾ 1 മാർക്കിന്റെ ചോദ്യങ്ങളെ നമ്മൾ ആദ്യം തുടങ്ങുന്നുള്ളൂ. അപ്പൊ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മൾ അത് ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, അത് 1 മാർക്കിന്റെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ABCD എന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത്തേൽ വരുന്നത് അല്ലെ. ഇനി മൂന്നാമത്തെ നോക്കൂ, അത് ഇന്റഗ്രൽ ആണ്. അതിന്റെ ഇന്റഗ്രലിന്റെ ആൻസർ നമുക്ക് ആ ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പോൾ അതിനും 4 ഓപ്ഷൻസ് ഉണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അതിനും 4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷനിൽ നിന്ന് ഏതാണ് സെലക്ട് ചെയ്ത് എഴുതാം. അപ്പൊ ഇതെല്ലാം ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ മാർജിന്റെ പുറത്ത് ആ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക,
എന്നിട്ട് ഓപ്ഷൻ ബി ആണ് ബി, അങ്ങനെ എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. ആൻസർ വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, കാരണം നമുക്ക് ഇനി 4 മാർക്കിന്റെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എഴുതാനുള്ളതാ. അപ്പൊ അതിന് നമ്മൾ സമയം കുറച്ച് ലോങ് ആൻസേഴ്സ് ആയിരിക്കും. അപ്പൊ അതിന് നമുക്ക് സമയം കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പൊ ഇതിന് നമ്മൾ അധികം ആവശ്യമില്ലാതെ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നോക്കൂ, 5ാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ അങ്ങനെ തന്നെ 6, 7, 8, 9, 10ാമത്തെ ചോദ്യം വരെ ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആ 1 മാർക്ക് നമ്മൾ ആ ഓപ്ഷൻ ഏതാന്ന് എഴുതാം. ഇനി നമ്മൾ സെക്ഷൻ, ഇത്രയും 10 വരെ ചോദ്യങ്ങൾ സെക്ഷൻ എ ആയിരുന്നു. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്കാണ് കിടക്കുന്നത്. സെക്ഷൻ ബിയിൽ 11 തൊട്ട് സെക്ഷൻ ബി ആണ്. അതിന് 2 മാർക്കാണ്. 2 മാർക്ക് ചോദ്യങ്ങളാണ് 11 മുതൽ സെക്ഷൻ ബിയിലുള്ളത്. അപ്പൊ ഈ 11ാമത്തെ ചോദ്യം നോക്കൂ. ഇഫ് എഫ് ഫ്രം 4, 6, 7 to set 1, 2, 4 and G from set 1, 2, 4 to 1, 5, 6 be defined as എന്നിട്ട് ഒരു നമ്മളോട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞേക്കണം. ജി ഓഫ് എഫ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞേക്കണം. അപ്പൊ ആ ജി ഓഫ് എഫ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. അതൊരു 3-4 സ്റ്റെപ്പ് വരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ, അത് നമുക്കറിയാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ നമ്മൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് എഴുതാം. അതിന് നമുക്ക് 2 മാർക്ക് കിട്ടും. ഇത് നമ്മൾ കുറച്ച് 3-4 സ്റ്റെപ്പ് ഉപയോഗിച്ച് എഴുതുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അതിന് 2 മാർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അത് നമ്മൾ ഷോ ദാറ്റ്, ഇങ്ങനത്തെ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസ്, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ചെറിയ ചെറിയ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ 2 മാർക്കിൽ പ്രതീക്ഷിക്കാം. ചെറിയ ചെറിയ പ്രോബ്ലംസ്. അപ്പൊ ഇതിൽ 13 ആയിക്കോട്ടെ, അതിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് 13ൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോർ ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഇവാലുവേറ്റ്, ഇത് നമുക്ക് എന്താണ് ട്രിഗ്നോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ട്രിഗ്നോമെട്രി, ടാൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് ആണല്ലേ. അത് നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ, അതെ വെക്ടേഴ്സിന്റെ യൂണിറ്റ് എന്ന്. അപ്പൊ നോക്കൂ, ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ ഒരു ഓർ ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇങ്ങനെ ചോയ്സ് പ്രതീക്ഷിക്കാം. കാരണം ഒന്നില്ലെങ്കിൽ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ നമുക്ക് ചോയ്സ് ഉപയോഗിച്ച് എഴുതാൻ പറ്റും. 2 നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ അത് നമുക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ആദ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ 2 എഴുതി വെക്കേണ്ട ആവശ്യമില്ല. 2 എഴുതി വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒന്നിനെ മാർക്ക് കിട്ടുള്ളൂ. 2ന് നമുക്ക് മാർക്ക് കിട്ടില്ല. ഏതാണോ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് അറിയാവുന്നത് വെച്ചാൽ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, അതിന് മാർക്ക് കിട്ടും എന്ന് നിങ്ങൾ ഷുവർ ആയിട്ട് വിചാരിച്ച് ആൻസർ ആകുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ 2 എഴുതി വെക്കേണ്ട ആവശ്യമില്ല. 2ന് നമുക്ക് മാർക്ക് കിട്ടില്ല. വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അതും ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്, കോൺട്രാപോസിറ്റീവ്, കോൺവേഴ്സ്, അതൊക്കെ എഴുതാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് 2 മാർക്കിൽ പ്രതീക്ഷിക്കാം. ഇനി നോക്കൂ, ഇനി നമ്മൾ സെക്ഷൻ സി, അപ്പൊ 11 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ സെക്ഷൻ ബി ആയിരുന്നു. ഇനി നമ്മൾ സെക്ഷൻ സിയിലേക്ക് കിടക്കുകയാണ്. സെക്ഷൻ സിയിലേക്ക് എത്ര മാർക്കാണ്? 4 മാർക്ക് ചോദ്യങ്ങളാണ് സെക്ഷൻ സിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നോക്കൂ, അതിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് ആണത് -3, 5, 2 and b is equal to 1, 6, -4 and verify that ab the whole complement is equal to b complement into a complement. അപ്പൊ അതായത് ഒരു കുറച്ചുകൂടി നമുക്കറിയാലേ 2 മാർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് സ്റ്റെപ്സ് കൂടുതലുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ അതാണ് ഈ 4 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യനും അതെ. 19, 20 നോക്കൂ, അവിടെ ഓർ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഫസ്റ്റത്തെ നമ്മുടെ ഒരു ഇന്റഗ്രേറ്റ് ചെയ്യാനാണല്ലേ. അപ്പൊ ഇന്റഗ്രേഷന്റെ ചാപ്റ്റർ തറവായിട്ട് പഠിച്ചവർ അത് കിട്ടും, സോൾവ് ചെയ്താൽ കിട്ടും എന്ന് ഉറപ്പുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ ഇന്റഗ്രേഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ നോക്കൂ, ഡ്രോ ദ സ്കെച്ച് ആണ്. അതായത് നമ്മുടെ കോണിക് സെക്ഷനിൽ നിന്നുള്ള ഒരു പ്രോബ്ലം ആണ് അത്. ഫസ്റ്റത്തെ ആണെങ്കിൽ ഇന്റഗ്രൽ ആയിരുന്നെങ്കിൽ സെക്കൻഡ് കോണിക് സെക്ഷനിൽ നിന്നുള്ള പ്രോബ്ലം ആണ്. അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾ നന്നായിട്ട് അറിയാവുന്ന യൂണിറ്റ് ഏതാന്ന് വെച്ചാൽ നമുക്ക് അത്രയും മാർക്ക് കളയാതെ 4 മാർക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഓർ ഓപ്ഷൻസ് നമ്മൾ 2ഉം അറിയാതെ എഴുതി സമയം കളയരുത്. നമുക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ളതെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ 21ാമത്തെ ക്വസ്റ്റ്യനും അവിടെ ഒരു ഓർ ഓപ്ഷൻ ഉണ്ട്. 22ാമത്തെ നോക്കൂ, 22ാമത്തേന് ഓറില്ല. അപ്പൊ ഇതിൽ നമുക്ക് ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. അതിൽ എല്ലാത്തിനും ഉണ്ടാവുന്നത് നമ്മൾ വിചാരിക്കരുത്. ചില ക്വസ്റ്റ്യൻസിന് അവിടെ ഓർ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നോക്കി 22, 23, 24, 25ന് അവിടെ ഓർ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ ഓർ ഓപ്ഷൻ കണ്ടത് എന്തായിരുന്നു, അതൊരു ഇന്റഗ്രലും ഒരു കോണിക് സെക്ഷനും ആയിരുന്നെങ്കിൽ ഇവിടെ 2ഉം നമുക്ക് എന്താണ് dy/dx കണ്ടുപിടിക്കാനുള്ളതാ. 2 ഡെറിവേറ്റീവ് എന്നാ വന്നിരിക്കുന്നത്. മറ്റത് ഒരു യൂണിറ്റ് നമുക്ക് അത്ര സുഖമല്ല പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യായിരുന്നു. പക്ഷെ ഇത് നമുക്ക് 2ഉം dy/dx കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും അറ്റൻഡ് ചെയ്യുക. നമുക്ക് മാർക്ക് കിട്ടുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ അത് അറ്റൻഡ് ചെയ്യാം. ഇനി നമ്മൾ 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ അത് ഇന്റഗ്രൽ ആണ്. 27 പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്.
28 ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനെല്ലാം എത്ര മാർക്കാണ്? 4 മാർക്കിന്റെ കാറ്റഗറീസിലാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമ്മൾ സെക്ഷൻ ഡി ആണ്. സെക്ഷൻ ഡി 29 മുതലുള്ള ചോദ്യങ്ങൾ എന്താ? സെക്ഷൻ ഡിയിലാണ് വരുന്നത്. അതിന് എത്ര മാർക്കാണ്? 6 മാർക്ക് ചോദ്യങ്ങളാണ് സെക്ഷൻ ഡിയിൽ വരുന്നത്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. പ്രൂവ് ദാറ്റ് ദ ഏരിയ ഓഫ് റൈറ്റ് ആംഗുലർ ട്രയാങ്കിൾ ഓഫ് ഗിവൺ ഹൈപ്പോന്യൂസ് ഈസ് മാക്സിമം വെൻ ദ ട്രയാങ്കിൾ ഈസ് ഐസോസിലെസ്. അപ്പൊ നമുക്കൊരു പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുന്നേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കുറച്ച് സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതെന്താ 6 മാർക്കിന്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നീണ്ട സ്റ്റെപ്പുകളുള്ള ചോദ്യങ്ങൾ നമുക്ക് 6 മാർക്കിന് പ്രതീക്ഷിക്കാം. അതുപോലെ നോക്കൂ, 30ാമത്തെ ചോദ്യം മെട്രിക്സില് സോൾവ് ചെയ്യാനുള്ളതാ. അത് നമുക്കറിയാം ഇത്തിരി ലെങ്തി പ്രോബ്ലം ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് 6 മാർക്കിന് പ്രതീക്ഷിക്കാം. അത് ഇത്തിരി ലെങ്തി ആണ്, നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ 31ാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആ 31ാമത്തെ ക്വസ്റ്റിന് ഒരു ഓർ ഓപ്ഷൻ ഉണ്ട്. ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് അത്. അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതിയാവും. അതിൽ 1ാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഓർ ഓപ്ഷനിൽ രണ്ടാമതുള്ളതും എന്താണ്? അതും ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നുള്ളതാണ്. അപ്പൊ ഇതിൽ 2 ചോയ്സ് ഉണ്ടെങ്കിലും നമുക്ക് രണ്ടും ഒരു യൂണിറ്റിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ ആൻസർ നിങ്ങൾ പ്രൂവ് ചെയ്യുക. അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക, 6 മാർക്ക് വാങ്ങിക്കുക. ഇനി അടുത്ത് നോക്കൂ, 32 വെക്ടേഴ്സ് എന്നുള്ള ചോദ്യമാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓർ ഓപ്ഷൻ ഉള്ള ചോദ്യമാണ്. അപ്പൊ അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതിൽ 1ാമത്തെ ചോദ്യമാണെങ്കിൽ വെക്ടേഴ്സ് എന്നാണെങ്കിൽ രണ്ടാമത്തത് എന്താണ്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സംശയം ഉണ്ടാവാം, ഈ ഓർ ക്വസ്റ്റിന് വേറെ ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലല്ലോ, സെയിം ക്വസ്റ്റ്യൻ നമ്പർ തന്നെയാണല്ലോ, ഇതിപ്പോ 32ാമത്തെ ചോദ്യമല്ലേ, അപ്പോ ഇതെങ്ങനെ അവർക്ക് മനസ്സിലാവും? അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മാർജിനിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക. നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണോ ഫസ്റ്റ് ആണെങ്കിൽ ആ വെക്ടർ അങ്ങോട്ട് എഴുതി തുടങ്ങുക. ഇപ്പൊ വെക്ടർ ആർ എന്ന് പറഞ്ഞ അങ്ങോട്ട് എഴുതി തുടങ്ങുക. അതല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് അങ്ങോട്ട് എഴുതി തുടങ്ങുക. അത് അവർക്ക് മനസ്സിലായിക്കോളും. ക്വസ്റ്റ്യൻ നമ്പർ പ്രോപ്പർ ആയിട്ട് ഇടാൻ എല്ലാത്തിനും നോക്കുക കേട്ടോ. നമുക്ക് 33ാമത്തെ ക്വസ്റ്റ്യൻ വന്നാൽ അതിന് ഓപ്ഷൻ ഇല്ല. അത് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ്? LPP എന്ന് വരാം. 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ LPP എന്ന് വരാം. അപ്പോൾ ഈ LPP എന്ന് പറഞ്ഞ യൂണിറ്റ് വിട്ട് കളയാതെ പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് 6 മാർക്ക് ഇപ്പൊ നോക്കൂ, നമ്മുടെ 6 മാർക്കിന്റെ ചോദ്യങ്ങൾ ഏകദേശം അഞ്ചോളം ചോദ്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരു 30% മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു ഈ 6 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. ബാക്കി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ബാക്കി മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും അല്ലെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ടൈം മാനേജ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത് ആൻസർ എല്ലാം കറക്റ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു മാർക്കുള്ള ചോദ്യങ്ങൾ നമ്മൾ അധികം സമയം കളയാതെ അധികം ആലോചിച്ചിരിക്കാതെ വേഗം ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. 6 മാർക്കിന്റെ 4 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ വളരെ നന്നായി സമയമെടുത്ത് ആലോചിച്ച് പ്രൂവ് ചെയ്ത് വെക്കുക. നമ്മൾ തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓർ ഓപ്ഷൻ ഉള്ളതിന് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയോ, 2 എഴുതണ്ട എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഏകദേശം നമ്മുടെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുപോലൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത്. അപ്പൊ 1 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ ഇതിലുണ്ട്, ബാക്കി 2 മാർക്ക്, പിന്നെ 4 മാർക്കിന്റെ, പിന്നെ ബാക്കി 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുവരെ ഡിസ്കസ് ചെയ്ത പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഉള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് അതിൽ ലഭ്യമാണ്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിയിൽ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിന് നമ്മുടെ ഗൈഡ് ബുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള മറ്റൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.